നമസ്കാരം. എൻ്റെ പേര് രാജേഷ്. ഇവിടെ കൈപ്പുറം സ്വദേശി തന്നെയാണ്. പ്രസംഗത്തിൻ്റെ കാര്യങ്ങൾ സംസാരിക്കാറുള്ളതിന് മുന്നൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, എൻ്റെ നാട്ടിൽ തന്നെ ഇങ്ങനെ ഒരു സംരംഭം ഉണ്ട് എന്ന് പറയുന്നത് എനിക്ക് അഭിമാനമായ ഒരു കാര്യമാണ്. അതുപോലെ തന്നെ നമ്മളെ ഇങ്ങനൊരു അക്കാദമി ഇവിടെ സ്റ്റാർട്ട് ചെയ്യാനും ഒരുപാട് ആൾക്കാരെ ഈ രംഗത്തേക്ക് എത്തിക്കാൻ ഇതിന് പ്രയത്നിച്ച ഫൈസൽ സാറിന് കുടുംബത്തിനും എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ. നമ്മൾ ഈ പ്രസംഗം പഠിക്കണം എന്നാഗ്രഹിക്കുന്ന നമ്മൾ ഓരോരോ മേഖലകളിൽ നമ്മൾ വർക്ക് ചെയ്യുന്നതാണ്. സംഘടനാപരമായിട്ട് ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളതിലും കൂടുതലായിട്ട് എന്ന് പറഞ്ഞാൽ നമ്മളൊരു രക്ഷിതാക്കളാണ്. രക്ഷിതാക്കളാകുമ്പോൾ ഒരു സ്കൂളിലൊരു PTA മീറ്റിങ്ങിൽ പങ്കെടുക്കാത്ത രക്ഷിതാക്കൾ ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ അവിടെ പോയിട്ട് നമ്മളെ കുട്ടികളെ കാര്യം പറയാൻ ഒരുപാടുണ്ടാവും. പക്ഷേ ഈ മാഷ്മാർ പറഞ്ഞ് 25% മാഷ്മാർ നിന്ന് ബാക്കിയുള്ള നമ്മൾ ഉണ്ടാക്കണം. ആ ഉണ്ടാക്കുന്നത് നമ്മളെ കൊണ്ട് മനസ്സിലുണ്ടെങ്കിലും പുറത്തു പറയാൻ ഒരു പേടി. ആ പേടി കാരണം പലരും രംഗത്ത് വരാതെ അവിടെ പതുങ്ങി നിൽക്കുക, അങ്ങനെയുള്ള സംഭവങ്ങളാണ് ഇപ്പോൾ മെയിനായിട്ടുള്ള നടക്കുന്നത്. അതിന്നൊരു മോട്ടിവേഷൻ ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനത്തെ ക്ലാസ്സുകൾ പങ്കെടുക്കുക എന്നുള്ളതിന് ഏറ്റവും നല്ല കാര്യമാണ്. അപ്പോൾ എന്നെക്കൊണ്ട് എനിക്കിപ്പോൾ പറയാൻ പറയുന്നത്, നമ്മൾ ഇത് എത്ര കൊണ്ട് കൊണ്ടുപോകാൻ പറ്റുമോ, സമയക്കുറവുണ്ടാവും. അപ്പോൾ എത്ര കൊണ്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് നമ്മളെ കഴിവിനനുസരിച്ച് കൊണ്ടുപോവുക. നമ്മളിങ്ങനെ ഓരോ വേദികൾ, ഇപ്പോൾ മുജീബാക്ക് പറഞ്ഞു, മുജീബാക്കയുടെ സ്വാഗതം നന്ദി പറയുമ്പോൾ മുജീബാക്ക് മുങ്ങി എന്നുള്ളത്. അങ്ങനെ 1-2 അനുഭവങ്ങൾ എനിക്കും ഉണ്ടായിട്ടുണ്ട്. നമ്മളിപ്പോൾ ഒരു സ്വാഗതം പറയുന്നത് നമ്മൾ മടിച്ചിട്ട് നമ്മൾ ആ വേദിയിലേക്ക് പോവാത്തൊരവസരം നഷ്ടപ്പെട്ടിട്ടുള്ള സംഭവങ്ങളുണ്ട്. അതുപോലെ ഇനി അങ്ങനത്തെ ഒരു അവസരം മറ്റുള്ളവർക്ക് അല്ലെങ്കിൽ എനിക്ക് വരാതിരിക്കാനുള്ള ഒരു മോട്ടിവേഷൻ ക്ലാസ് ഇവിടെ ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ ഞാൻ ആദ്യമായിട്ടാണ് ഇതിൽ പങ്കെടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇതേവരെ പറഞ്ഞതൊക്കെ എല്ലാവരും കേട്ടിരുന്ന എല്ലാവർക്കും ആ കുടുംബത്തിൻ്റെ കാര്യം. എനിക്ക് 2 കുട്ടികളാണ്, ഒരു വൈഫ്, അച്ഛൻ, അമ്മ. ഇവിടെ കൈപ്പുറം, വെസ്റ്റ് കൈപ്പുറം തന്നെയാണ്. എനിക്ക് ആശേരിപ്പണിയാണ് ജോലി. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.